ഫുള്ള് മഞ്ഞായി, മൊത്തം മഞ്ഞായി അവിടെ. അത് പിന്നെ ശീലമായി പോയില്ലേ. എടാ അവൻ ഇറങ്ങിപ്പോട്ടെ. വെയിറ്റ് ഹിമാലയ എടാ ഇതിനും പറ്റിയോ? എടാ വലുത് താഴെ ഇടല്ലേടാ എന്നെ മോനത്. ആ ഒരു വ്യൂ നോക്കിക്കേ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളത് അടുത്ത ഒരു ഓഫ് റോഡിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഇന്ന് ഇത്രയും പേരുണ്ട് നമ്മുടെ കൂട്ടത്തി, കണ്ടില്ലേ? 4 പേരുണ്ട്. അപ്പം ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇത് കൈതാടാ. അപ്പം ഇത് നമ്മുടെ വിജയുടെ ഓണറാണിത്. വണ്ടിയുടെ ഓണറാണിത്. ഈ വണ്ടിയുടെ നമ്മുടെ AS200 ഫുള്ളി മോഡിഫൈഡ്, കണ്ടില്ലേ? ഹൈറ്റൊക്കെ കൂട്ടി വൻ സെറ്റപ്പ്. ഇനി അടുത്തയാരാ? അപ്പോൾ ഇത് വിനീത് ഇന്ന് RC ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, കണ്ടില്ലേ? RC നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്താണ് കേട്ടോ, അതെ, ആ ഒരു മലയിൽ. അപ്പോൾ ഇന്ന് എല്ലാവന്മാരുടെയും വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്നായിരിക്കും. അപ്പോൾ ഇത് അടുത്ത നെജി. അപ്പോൾ നെജിയുടെ വണ്ടി ഹിമാലയൻ പ്രോയാണ്. ഇന്ന് കണ്ടറിയാം പ്രോയുടെ വിളയാട്ടമൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട്, പിന്നെ അഖിലുണ്ട്, ഡെമോങ്കിഡ്. നാണമൊന്നും വേണ്ട, സാരമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. അതിൽ ചെറിയൊരു വഴിയുണ്ട്, അപ്പോൾ അതിലെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുക. അപ്പോൾ ഇമാര് 3 പേരൊന്ന് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇത് കണ്ടറിയാം എന്താവുമെന്ന്. മോനെ ടാസ്ക് 1. ഓഹോ, ഒരുത്തൻ രക്ഷപ്പെട്ടു. അടുത്തവൻ പോട്ടെ. ഓരോരുത്തരായിട്ട് പോ. ഓ എല്ലാരും അവിടെ ഭയങ്കര സീനാടാ. എടാ അങ്ങനെ ടാട്ടാ നിന്റെ ഷൂ ഇവിടെ. ഓ ഹിമാലയനായിട്ട് തുഴയുന്നു. എല്ലാവരും പൊളിക്കുക നമ്മുടെ ഈ വഴി കൂടെ ആയിട്ട്. ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നോക്കിയാൽ അടിപൊളിയാട്ടോ. നമ്മുടെ ഒരു വീട് MG ഒരു പാറയുടെ സൈഡിൽ കൊണ്ടുവച്ചിരുന്ന മെട്ട, അതാണ്. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയില്ല, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് കയറി തുടങ്ങി കേട്ടോ. അത് നോക്കി, ഫുള്ള് മഞ്ഞായി, മൊത്തം മഞ്ഞായി അവിടെ. പിന്നെ ഈ കാറ്റാടിയെല്ലാം നിൽക്കുന്നതുകൊണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ അവിടെ ഫുള്ള് നല്ലൊരു മേഘം. ആ ഒരു ഭാഗം തമിഴ്നാടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാർമേഘമൊക്കെ അവിടുന്ന് ഇങ്ങോട്ടാണ് മൊത്തം വരുന്നത്. ഓ അടുത്ത ചെളി വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കയറി പോകുന്നുണ്ട്. ഒരുത്തം പോയി, രണ്ടാമത് RC പോയി. ഓ RCയുടെ അടിയൊക്കെ വരാറായാ പോകുന്നത്. നെജിയാണ് വിഷയം കേട്ടോ. നമുക്ക് എന്നാ പിന്നെ ഇതിലേ അങ്ങ് പോവാം. ഇവിടെ ഒരു കൊങ്ങണിയുണ്ട്. അയ്യോ ഇതെന്നാടാ ഈ മണ്ണ് മൊത്തം കുഴിഞ്ഞു പോകുന്നത്. വിഷയം. അവന്മാരൊക്കെ ഇവിടെ വെട്ടിയും പുകയായിട്ട് ഓരോരുത്തർ കയറി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അടി തട്ടുമോ? ഇല്ല. ഫ്രണ്ട് നോക്കട്ടാടാ. പാർട്ടിയൊക്കെ ഹിമാലയൻ കയറിപ്പോയി, AS കയറിപ്പോയി, RC ഒരു സീൻ. എടാ പോയൊന്ന് തള്ളിക്കൊടുക്കണ്ട വരും. വെയിറ്റ് ഹിമാലയ എടാ. ആക്സിഡന്റ് മാറ. എടാ വരുന്നു. അമ്മച്ചിയേ, നിനും പറ്റിയോ? എടാ സ്ഥലം ഇറക്കി വെക്ക്. പോട്ടെ. പതുക്കെ കയറിപ്പോട്ടെ. പതുക്കെ ത്രോട്ട് പറ.
ഓ RC കയറാനാണ് ഇത്തിരി സീന്. എടാ ചെറിയ ത്രോട്ട് കൊടുക്ക്, ചെറിയ ത്രോട്ട് കയറിപ്പോ. ഇങ്ങനെയാണ് ഈ കളിക്കാനില്ല. അപ്പോൾ വണ്ടികളെല്ലാം കയറിപ്പോയി. വാ ഇനിയിപ്പോൾ ഇനി നമ്മുടെ ഒരു സർക്കസ് കളിയുണ്ട്. എന്താകുമെന്ന് നോക്കാം. അത് പിന്നെ ശീലമായി പോയില്ലേ. നമ്മള് ക്ലച്ചൊന്നും വേണ്ട, ചുമ്മാ തോട്ട് കൊടുത്താ കോമഡി ആയിരുന്നു കേട്ടോ. നമ്മള് വന്ന് എവിടൊക്കെയൊക്കെയോ എത്തി. അതല്ലേ മല, ശരി ഞാൻ ഇങ്ങോട്ട് നോക്കുവായിരുന്നു. നമ്മളപ്പോൾ അവിടുന്ന് വന്ന് ഇവിടെ വന്നു, ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെ പോകണം. ഞാൻ മോനെ നമ്മളപ്പോൾ പൊളിക്ക് നിന്ന് ഒരു ഐഡിയ ഇല്ലാത്ത വഴിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അവൻ്റെ വെടിയും ചില്ലറയായിട്ട് പോകുന്നുണ്ട്. അടുത്തവൻ പോകുന്നു. ഹെവി സ്പോട്ട്, അത് നൈസ് കേട്ടോ, നല്ല രസമുണ്ട്. ഓ RC ഒക്കെ ആയിട്ട് വരുന്നു. ഇവനെയാണ് സമ്മതിക്കേണ്ടത് അല്ലേടാ. അതിന് ടയർ കാണണം. നമ്മുടെ ഒരു 3 പേരുടെ വണ്ടിയുടെ ടയർ മൊട്ടയെന്നൊക്കെ പറഞ്ഞാൽ സെറ്റാ കേട്ടോ. എൻ്റെ മോനെ, ഓ ഇങ്ങോട്ടുള്ള വഴി നോക്കിക്കേ. എടാ അവൻ ഇറങ്ങിപ്പോട്ടെ, വെയിറ്റ് ചെയ്യ്. സീൻ വഴിയാണ് കേട്ടോ. സീൻ വഴിയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് സീനാണ്. കാരണം ഇത് കണ്ടില്ലേ, ടയറൊന്നും നിൽക്കുന്നേ ഇല്ല. 2 ടയറൊന്നും ഇറങ്ങിപ്പോവാം കേട്ടോ. അപ്പോൾ ഒരു മഴ, ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തുകൊണ്ട് ഭയങ്കര സീനാണ്. ഓ എൻ്റെ കൈ മൊത്തം മുറിഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്. കറക്റ്റ് കാട്. വീണ്ടും നമ്മൾ കാട്ടിൽ കയറി. കാട് വിട്ടൊരു കേസ് നമ്മൾ പിടിക്കുമോ അല്ലേടാ. എൻ്റെ മോനെ സീൻ. എടാ പാടാ, ഞാൻ നോക്കി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. പതുക്കെ. ആ ഇനി അങ്ങ് പോട്ടെ. ഓ എൻ്റെ മോനെ വൈബോസ്കി പ്ലേസാണ് കേട്ടോ. വാടാ കമാൻ. പതുക്കെ. ഓക്കെ അവനും ഇറങ്ങി. പോട്ടെ അങ്ങോട്ട് കയറ്റി വെച്ചോ. ഓ RC സീൻ. എടാ കാലം പുറയിലേക്ക് എടുത്തിട്ട് ഒറ്റ കയറ്റം കയറ്റ്. ആ കയറി പോട്ടെ. നിർത്തല്ലേ. കയറ്റി നിർത്ത് കുറച്ചുകൂടെ. അപ്പോൾ എൻ്റെ മോനെ ഇനി നമുക്ക് പോകേണ്ട വഴി എങ്ങനത്തെ വഴിയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് കുറച്ച് നേരം ഇനി ഹിമാലയത്തിൽ കയറിയിട്ട് എല്ലാവരുടെയും വീഡിയോ എടുക്കാം. എൻ്റെ മോനെ ദേ കയറിപ്പോയി. അവിടെ പടവനായെന്ന് തോന്നുന്നു. ഇല്ല വീണിട്ടില്ല. അവിടെ നിൽക്ക. എന്നാ വാ നമുക്ക് പോവാം. ശരിയാ കമോൺ. ഞാൻ എടുക്കണോ? എന്നാ വീഡിയോ എടുത്തോ എല്ലാവരുടെയും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. അവിടെ വിനീതും പെട്ടു. വിജയ് അവിടെ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുക. പെട്ടുകായി കയറുമെന്ന് തോന്നുന്നില്ല.
വണ്ടി എല്ലാം അവിടെ പെട്ടു. ഇവിടെ RC. നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാട്ടോ. വണ്ടി രണ്ടെണ്ണം അവിടെ, ഇവിടെ ഹിമാലയൻ അവിടെ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ, നല്ല കാറ്റും ഉണ്ട് ഇവിടെ. ആ അപ്പോൾ നമ്മുടെ ഡെമോൻ കെട്ടി ഇതാ ഹിമാലയൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ ഒരു വിഷയമില്ലാതെ സാധനം കയറി വന്നു കേട്ടോ, ഒരു വിഷയമില്ലാതെ കയറി വന്നു. RC ഒരു വെച്ച് തള്ളി ഇവിടെ കയറ്റി വെച്ചു. എല്ലാവരും ഭയങ്കര ബിസിയാണ്, ബിസി പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതെ, അവിടെ പിള്ളേരെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. എൻ്റെ ഓക്കെ, ഇവിടുത്തെ ഒരു ഞാൻ കാണിച്ചു തരാം. ആടാ വലുത് താഴെ ഇടല്ലേടാ. എന്നെ മോനത് ആ ഒരു വ്യൂ നോക്കിക്കേ, പാറ നോക്കിക്കേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു നല്ല രസമുണ്ട്, വൈബാ, നല്ല കാറ്റുണ്ട്. ദേ അതൊക്കെ നോക്കിക്കേ. എന്താ വിജയ് വേണ്ട, നമുക്ക് പോകേണ്ട വഴിയില്ല. അപ്പോൾ ഇതാ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പോവാ. എടാ ചെറിയ ത്രോട്ട് കൊടുത്തെടുക്ക്, ചെറിയ ത്രോട്ട് കൊടുത്തെടുക്ക്. സ്റ്റാർട്ടാക്കിയില്ലേ? ആ അതവിടെ നിൽക്കട്ടോ. എന്താടാ ഇത് കയറുന്നത് തോന്നുന്നില്ലടാ. കയറ്റോന്നൊക്കെ ഇങ്ങനെ കയറ്റായിരിക്കുന്നേ. എൻ്റെ ഒന്നോ ഞാൻ നോക്കിട്ട് വാ. ഇവിടുത്തെ ഇറക്കം നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളത് ഈ ഒരു സെറ്റപ്പിലാണ്, അതായത് ഇങ്ങനെയാണ് ഇറക്കം ഇരിക്കുന്നത്. നമ്മളപ്പം കയറി പോവാം. നമ്മളിവിടെ എത്തി. ഇവിടെ ഒരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കിടക്കുന്നതിനെല്ലാവരും ക്ഷമ ചോദിക്കുന്നു, കാരണം അതുപോലത്തെ ഒരു കയറ്റമായിരുന്നു. അടിപൊളി വ്യൂ ആ കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വ്യൂ ആ. എല്ലാവരും ഇവിടെ കുറേ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിറങ്ങുക. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ, എന്നെ രസമെന്നറിയാമോ കാണാൻ. ആ ഒരു മേഘങ്ങളും അല്ല ലെവലായിട്ടും ഒരൊറ്റ രീതിയിൽ കിടക്കും, ഇങ്ങനെ നീണ്ട് നിവർന്ന്. നമുക്കിനി പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം. ദേവന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങാം.
ഇവിടുത്തെ ഒരു വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് ഏറ്റവും ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റാത്തതിലാണ്. കാരണം വണ്ടി കയറത്തില്ല, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല.